നമസ്കാരം. വരാനുള്ളത് വഴിയിൽ പോകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് ഒപ്പം ഫോട്ടോ എടുക്കുക എന്ന തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറിയതിൻ്റെ നിർവൃതിയിലാണ് നിലമ്പൂർ സ്വദേശിനി ശൈലജ രതീഷ്. നിലമ്പൂരിൽ വെച്ച് പിണറായിയെ കുടുംബത്തോടൊപ്പം നേരിട്ട് കാണുകയും കൈകൊടുത്ത് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കുകയും ചെയ്തു. പിണറായിയുടെ മുഖത്ത് സ്നേഹമുള്ള ഒരു ചിരിയായിരുന്നു. വലിയ ദേഷ്യക്കാരനാണെന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞതൊന്നുമായിരുന്നില്ല അദ്ദേഹം. മാധ്യമങ്ങളുടെ വാക്ക് കേട്ട് അല്പം ഭയത്തോടെയാണ് പോയതെങ്കിലും കേൾക്കുന്നതൊന്നുമല്ല സത്യങ്ങൾ എന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടുവെന്നും അവർ കുറിച്ചു. പിണറായിയെ കാണാൻ സാധിച്ചതിലെ പശ്ചാത്തലവും അവർ കുറിച്ചിരുന്നു. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ചുമതല അന്ന് കണ്ണൂരിലെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പിണറായിക്കായിരുന്നു. പിണറായിയെ സഹായിക്കാൻ നിയോഗിതനായത് തൻ്റെ ഉപ്പ സി കുഞ്ഞിമുഹമ്മദ് ആയിരുന്നു. അവർ ഒരുമിച്ച് 1.5 മാസക്കാലത്തോളം അകമ്പാടത്തുള്ള പാർട്ടി ഓഫീസിൽ ബെഞ്ചിൽ പേപ്പർ വിരിച്ചുറങ്ങുകയും പുഴയിൽ പോയി കുളിക്കുകയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് വർഷങ്ങൾ പിന്നിട്ട് പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം ചാലിയാർ പഞ്ചായത്തിലുള്ള ഒരാൾ മുഖ്യമന്ത്രി കാണാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ പണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആളോട് എന്നെ വന്ന് കാണാൻ പറയൂ എന്ന് പറഞ്ഞു. അയാൾ കുറേ അന്വേഷണത്തിന് ശേഷമാണ് ഉപ്പാനെ തിരിച്ചറിയുന്നത്. അയാൾ ഉപ്പാനെ വന്നു കണ്ട് വിവരവും പറഞ്ഞു. പക്ഷേ ആരെ ബന്ധപ്പെടണം എന്നറിയാതെ മുഖ്യമന്ത്രിയെ കാണാൻ പോയില്ല. അങ്ങനെയിരിക്കെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനു വേണ്ടി മുഖ്യമന്ത്രി നിലമ്പൂരിൽ താമസിക്കുന്നു എന്നറിഞ്ഞത്. ഞങ്ങളെല്ലാം നിർബന്ധിച്ച് ഉപ്പാനെ പിണറായിയെ കാണാൻ പറഞ്ഞയച്ചു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഉപ്പ മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചു. അവർ PA കാണാൻ പറഞ്ഞു. PA കണ്ട് ഞാനും CM-ഉം മുൻപ് ഒരുമിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിയവരാണ്, അദ്ദേഹത്തെ കാണണമെന്നും പറഞ്ഞു. റൂമിലേക്ക് ചെല്ലാൻ CM പറഞ്ഞുവെന്ന് PA അറിയിച്ചു. കണ്ട ഉടനെ തന്നെ കുശലാന്വേഷണം പറയുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു. ഉപ്പ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി കസേരയിൽ നിന്നും എഴുന്നേറ്റ് മറ്റൊരു കസേര അടുത്തേക്ക് വലിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. PAയോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. പോരുമ്പോൾ ഫാമിലിയെയും കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേ ദിവസം PA വിളിച്ചു അനുവാദം വാങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നടന്നുവെന്നും അവർ കുറിച്ചു. വെറുതെ അല്ല ഈ മഴയൊക്കെ പെയ്യുന്നത്. എൻ്റെ പൊന്നു സഹോദരി, വരുന്നത് ഇലക്ഷനാണ്, അതും നിലമ്പൂരിൽ. അപ്പോൾ പിന്നെ നിങ്ങളോടൊക്കെ പിന്നെ എങ്ങനെയാണ് സ്വഭാവം പുള്ളി കാണിക്കേണ്ടത്? മാത്രമല്ല എന്തോ വലുത് വരാൻ പോകുന്നു എന്നതിൻ്റെ ഉൾവിളി ആയിരിക്കാം എന്ന് തോന്നുന്നു ആ ഒരു തോന്നൽ.